എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ബാലചന്ദ്രനും അലീനയും സ്റ്റാൻലിയുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ബാലൻ അലീനയോടെ പറയുന്നു സ്റ്റാൻലിയുമായി സംസാരിച്ച ചില കാര്യങ്ങളെപ്പറ്റി. ഇതെല്ലാം കേട്ട ശേഷം അലീന ചോദിക്കുന്നുണ്ട്, അങ്ങോട്ടേക്കുള്ള പോക്ക് ശരിയാകുമോ അച്ഛാ? മറുപടിയെ ബാലചന്ദ്രൻ, ശരിയാകത്തില്ലെങ്കിൽ നീ തിരിച്ചു വരണം. ഇതെല്ലാം കേട്ടിട്ടും കരഞ്ഞു കലങ്ങി കണ്ണുകളുമായിരിക്കുന്ന അലീനയോട് ബാലൻ ചോദിക്കുന്നു, ഇതൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് എൻ്റെ പപ്പയെ പറ്റി അറിഞ്ഞതിൽ സന്തോഷമൊക്കെ ഉണ്ട്. എൻ്റെ അമ്മയെ നേരിട്ട് കാണാൻ വന്നതിൻ്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നാ അലീന പറയുന്നത്. ഇപ്പോഴാകട്ടെ മനുശങ്കർ വൈജയന്തിയെ തിരിച്ച് വീട്ടിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. മനു വൈജയോടെ പറയുന്നുണ്ട്, ആൻറ്റിയുടെ ശത്രു ഇവിടുന്ന് പോയ സ്ഥിതിക്ക് ഇനി സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഇവിടേക്ക് കയറിക്കോ. എന്നാൽ ഇതിനുള്ള മറുപടിയായി വൈജ, അവളിവിടെ ഉണ്ടായിരുന്ന കാലത്തും എൻ്റെ സമാധാനത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കേൾക്കുന്ന വൈജ, നിനക്ക് വിഷമം കൂടുതൽ കാണും, കെട്ടാനിരുന്നല്ലേ? മറുപടിയായി മനു, അതെന്താ അലീന ഇവിടുന്ന് പോയെന്ന് പറഞ്ഞ് കെട്ടാതിരിക്കുമോ? ഈ ആൻറ്റിക്ക് സാമാന്യ ബോധം എന്ന് പറയുന്ന ഒന്നില്ലല്ലോ എന്നാണ് മനുഷ്യങ്കാർ ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന വൈജ തട്ടിക്കയറാൻ ശ്രമിക്കുന്നു. മനു അത് തടഞ്ഞുകൊണ്ട് വൈജയോടെ പറയുന്നുണ്ട്, ഇവിടെ കൊണ്ട് വിടുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ദൗത്യം. ഞാനത് ചെയ്തു. ആൻറ്റി എന്താ ഇറങ്ങുന്നില്ലേ? ഇത് കേട്ടപാടെ കാർ വിട്ട് വൈജ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ മനുഷ്യങ്കറാകട്ടെ രോഹിത്തിനോട് സംസാരിക്കാൻ പോകുന്നത് കണ്ട് വൈജ തട്ടിക്കയറുന്നു. പെറ്റ തള്ള വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് അവൻ പോകുന്നുണ്ടില്ലേ? മറുപടിയെ രോഹിത്ത്, ഞാനിപ്പോൾ അമ്മയുടെ ലഗേജ് എടുക്കണോ അതോ ഒന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കണോ? മറുപടിയെ വൈജ, നിനക്ക് തോന്നുന്നത് കണക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ വൈജ വീടിനകത്തേക്ക് കയറി എല്ലാ മുറികളും നോക്കിയ ശേഷം എല്ലാവരും കേൾക്കുക പറയുന്നു, ഇപ്പോഴാ ഇതെൻ്റെ വീടായത്. ഇത് കേട്ടപാടെ മനുഷ്യങ്കരാകട്ടെ പരിഹാസ സ്വരത്തിൽ എല്ലാവരും കേൾക്കിച്ചിരിക്കുന്നു. അതിനുള്ള മറുപടി എന്നോണം വൈജ, ഞാനിതൊന്നും വെറുതെ പറഞ്ഞതല്ല. ഇത്രയും കാലം അലീനയുടെ ഭരണാധികാരത്തിലായിരുന്നു ഈ വീട്. ഇപ്പോഴാ ഇതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടിയത്. ഇത്രയും കേട്ടപാടെ മനുഷ്യങ്കർ മറുപടിയായി വൈജയുടെ അടുത്തേക്ക്, ഈ കാണുന്നതൊക്കെ ഇതിനു മുമ്പ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്താ കുറച്ചു ഭാഗം അലീനെ അടർത്തിയെടുത്ത് തിന്നെന്നാണ് ആൻറ്റി പറഞ്ഞു വരുന്നത്? എന്നാൽ ഇത് കേൾക്കുന്ന വൈജയാകട്ടെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. മനുവിനോടെ പറയുന്നു, നിനക്ക് അവൾ വലിയ പുണ്യാളത്തിയാകാം, എന്നാൽ എനിക്ക് അവൾ വെറും മൂഷാട്ടയാ. അവളെ വീട്ടിൽ നിന്ന് പോയതിൽ നിനക്കാണ് ഏറ്റവും വിഷമമെന്ന് എനിക്കറിയാമെന്ന് വൈജ പറയുന്നുണ്ട്. ഇതിനുള്ള മറുപടി എന്നാണോ രോഹിത്ത്, എനിക്ക് മാത്രമല്ല എൻ്റെ 3 മക്കൾക്കും നല്ല വിഷമമുണ്ട്. മറുപടിയെ വൈജ, അവരുടെ വിഷമമൊക്കെ ഞാൻ തീർത്തോളാം. നിന്റെ വിഷമം എങ്ങനെ തീർക്കുമെന്ന് മനുവിനോടായി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മനു ആകട്ടെ, അലീന ആൻറ്റിക്ക് വിഷമമുണ്ടാകുന്ന ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും മാത്രം മനുഷ്യങ്ങളിൽ നിന്ന് കേട്ടപാടെ വൈജയൊക്കെ ഷോക്കാവുന്നു. അങ്ങനെ പെട്ടെന്നുള്ള വൈജയുടെ ഭാവമാറ്റം കണ്ട് ഭവിത വൈജയോടെ ചോദിക്കുന്നു, എന്നതാമ്മേ അലീന ചേച്ചി മനുവേട്ടനോടായി പറഞ്ഞത്? ഒന്നുമില്ലെന്നാണ് വൈജ പറയുന്നത്. എങ്ങനെയെങ്കിൽ അമ്മ എന്തിനതൊന്നും പറയണ്ടെന്ന് മനുവേട്ടനോട് പറഞ്ഞേ? വൈജ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ എന്നോണം ഭവിതയോടും കൃഷ്ണയോടും തട്ടിക്കയറുന്നു. അലീന ഉപയോഗിച്ചിട്ടുന്ന മുറി തുറന്നു കാണാൻ പറ്റുമെന്ന് ചോദിച്ചാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ. മറുപടിയെ ഭവിത, അതിൻ്റെ ഹാൻഡിൽ തിരിച്ചു നോക്കി അറിയാൻ പറ്റുമല്ലോ അത് ലോക്ക്ഡാണോ അത് തുറക്കാൻ പറ്റുമോ എന്ന്. വഴക്ക് തീർക്കാനെന്നോണം കൃഷ്ണ അത് തുറന്നു കാട്ടി അമ്മ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. വേണമെങ്കിൽ അമ്മേനെ കയറി നോക്കിക്കോ. വൈജ ആ മുറിയുടെ ഓരോ മുക്കും മൂലയും കബോർഡും എല്ലാം തന്നെ അരച്ചു പിറക്കുകയാണ്. അതിനുശേഷം അലീന ഉപയോഗിച്ചിരുന്ന പാ ചവിട്ടിക്കൊണ്ട് വൈജ ചോദിക്കുന്നു, ഇതെന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്? ആ രോഹിത്തിനെങ്കിൽ വിളിച്ചേ ഇതെവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറ. ഇനി കളയാൻ സ്ഥലമില്ലെങ്കിൽ കത്തിച്ച് കളയാനായിട്ട് വൈജ അവരോട് പറയുന്നു. ഇത് കേൾക്കുന്ന കൃഷ്ണ, അതെന്തിനാ ഇപ്പം കത്തിക്കുന്നത്? മറുപടിയെ വൈജ, അവൾ ഉപയോഗിച്ചതോ അവളുടേതായിട്ടുള്ള ഒരു സാധനമോ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഇത്രയും കേട്ടപാടെ ബബിത ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. മേല ഇനി എന്നെ ഒന്നിനും വിളിച്ചേക്കല്ലെന്ന് ആവശ്യപ്പെടുന്നത്. പ്രശ്നം വഷളാക്കാതിരിക്കണമെന്നോണം കൃഷ്ണ വൈജയോടെ പറയുന്നുണ്ട്, അമ്മ ഇനി കൂടുതൽ കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. രോഹിത്തിനോട് പറഞ്ഞ് ഞാൻ ഇതെടുത്ത് കളഞ്ഞോളാം. ഇതേസമയം ബാലചന്ദ്രനും അലീനയും സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റാൻലിയുടെ ജോലിക്കാരനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടില്ലേ? കിച്ചണിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ പ്രകാരം വാങ്ങി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയല്ലേ എന്നൊക്കെ സ്റ്റാൻലി തിരക്കുന്നുണ്ട്. ബാലിനെയും അലീനയും അകത്തേക്ക് ക്ഷണിക്കാനായിട്ട് ഇപ്പൊ ആൻറ്റപ്പനെ പറഞ്ഞു വിടുകയാണ്. ബാലിനിപ്പോ അലീനയോടെ പറയുന്നു, ഇതാ സ്റ്റാൻലി ജോസഫിന്റെ വീടെന്നല്ല എസ്റ്റേറ്റ് ബംഗ്ലാവ് എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കെ തന്നെ അവരുടെ അരികിലേക്ക് ആ വീട്ടിലെ മുഴുവൻ നായ്ക്കളും വരുന്നു. ഇത് കണ്ടപാടെ അലീനയുടെ കൈ ചേർത്ത് പിടിക്കുകയാണ് ബാലചന്ദ്രൻ. ഇത്രയും കണ്ടപാടെ ബാലൻ ആൻറ്റപ്പനോടെ ചോദിക്കുന്നു, സ്റ്റാൻലി ജോസഫ് അകത്തില്ലേ? മറുപടി ആൻറ്റപ്പൻ, സാറ് അകത്തുണ്ട്, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് പറയുന്നു. അങ്ങനെ ആ കൂടിക്കാഴ്ച അവിടെ ഉടലെടുക്കുന്നു. അലീന തൻ്റെ അച്ഛനെ ആദ്യമായി കാണുന്നു. അങ്ങനെ സ്റ്റാൻലി ബാലചന്ദ്രനും അലീനയ്ക്ക് നേരെ നടന്നു നീങ്ങുന്നു. ബാലനോടെ സുഖവിവരം തിരക്കുന്നുണ്ട്. മറുപടിയെ ബാലൻ, ഞങ്ങളെ കുറച്ച് ലേറ്റായിപ്പോയി. അതൊന്നും ഇവിടെ പ്രശ്നമല്ലെന്നാണ് സ്റ്റാൻലി പറയുന്നത്. അതിനുശേഷം സ്റ്റാൻലി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ എന്നോണം അലീനയുടെ നേർക്ക് കൈകൾ നീട്ടുന്നു. ഇത് കണ്ടിട്ടും കൈ കൊടുക്കാൻ മടിച്ചു നിൽക്കുകയാണ് അലീന. അലീനയെ സുരക്ഷിതമായ കൈകളിലാക്കിയ ശേഷം ബാലൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.